എല്ലാ പ്രേക്ഷകർക്കും ജനപക്ഷം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് മെട്രോ ന്യൂസ് ചാനലിൽ ജനപക്ഷത്തിലുള്ളത് പെരുമ്പാവൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി ബേസിൽ പോളാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറായും രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റായും കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായുമെല്ലാം ഈ ഒരു മേഖലയിൽ സജീവ സാന്നിധ്യമാണ് ബേസിൽ. സാർ, നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പം പുതിയൊരാളല്ല, പരിചിതമായ മുഖമാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, അതുപോലെ രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ്, കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ ഇതിൽ അഗ്രഗണ്യനാണ് സാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാറ് നേരത്തെ തീരുമാനിച്ചതാണോ അതോ അപ്രതീക്ഷിതമായിട്ട് വന്നതാണോ? എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന? അപ്രതീക്ഷിതമായിട്ടാണ്. കാരണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ മത്സരിക്കേണ്ട കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടപ്പോൾ അതിപ്പോൾ ശരിയാണ് എന്ന് മനസ്സിലാക്കി അതിലേക്ക് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. ഇപ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ ഈ ഒരു കാലഘട്ടം കൊണ്ട് സാറ് ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പം മത്സരിച്ച് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഇനി ചെയ്യുക എന്നുള്ളത്? പെരുമ്പാവൂരിൽ ഒട്ടേറെ പോരായ്മകളുണ്ട്. പെരുമ്പാവൂരിലെ ജനങ്ങൾ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. ആ പോരായ്മകളെ ചൂണ്ടിക്കാണിച്ചാൽ ഇന്ന് പ്രോഗ്രാം എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു പോകും. കാരണം അത്രമാത്രം പോരായ്മകളുള്ള ഒരു സ്ഥലമാണ് പെരുമ്പാവൂർ. ആ പോരായ്മകളൊക്കെ പരിഹരിക്കുന്നതിന് നമ്മുടെ നാട്ടിലെ എല്ലാ ഭൂമിശാസ്ത്രവും മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഭൂമിശാസ്ത്രങ്ങളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് ഓരോ പ്രദേശത്തിനും വ്യക്തമായ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ 40 വർഷക്കാരുടെ പൊതുപ്രവർത്തനം എനിക്ക് കഴിയും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഇപ്പം പ്രചാരണം ആരംഭിച്ചുവല്ലോ ഓൾറെഡി. അപ്പം ആളുകളുടെയൊക്കെ ഒരു അഭിപ്രായവും പിന്തുണയൊക്കെ ഏത് രീതിയിലാണ്? എല്ലാ പ്രദേശത്തും കടന്ന്, ഞാൻ പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും കടന്നു ചെന്നു നേരിട്ട് കണ്ട് എല്ലാവരോടും സംസാരിക്കാനുള്ള ഒരു 5 ദിവസം കൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ പ്രദേശങ്ങളിലും ചെല്ലുമ്പോൾ ജനങ്ങൾ വളരെ താല്പര്യത്തോടുകൂടി എല്ലാവരും ഓരോ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചും വേവലാതികളെക്കുറിച്ചും ഈ നാട് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചും എല്ലാം വ്യക്തമായ അഭിപ്രായങ്ങളൊക്കെ എന്നോട് രേഖപ്പെടുത്താറുണ്ട്. ഇപ്പം പ്രചാരണത്തിന് ചെല്ലുമ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ഇനി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആളുകൾ പറയാറുണ്ടോ? ഏറ്റവും പ്രധാനമായിട്ട് ജനങ്ങളെല്ലാം സംസാരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ പെരുമ്പാവൂർ ടൗണിലെ ഗതാഗതക്കുരുക്കാണ്. പെരുമ്പാവൂർ ടൗണിൽ മാത്രമല്ല, നമ്മുടെ ചെറിയ ടൗണായ കുറുപ്പംപടിയും അതുപോലെ തന്നെ മറ്റ് ടൗണുകളിലും എല്ലാം വല്ലത്തേക്ക് കിടന്ന ചൂണ്ടിയൊക്കെ ഇന്ന് ഗതാഗതക്കുരുക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രത ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടില്ല. പ്രദേശത്തെ നാട്ടുകാർ മാത്രമല്ല, അതിലൂടെ കടന്നു പോകുന്ന മുഴുവൻ ആളുകളും ആ ഗതാഗതക്കുരുക്കിൻ്റെ ഇരകളാണ്. വലിയ തോതിലുള്ള വലിയ സാമൂഹിക പ്രശ്നമായി അതിനെ കാണാൻ കഴിയും. അത്രമാത്രം വലിയ ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ പോകുന്നത്. രാഷ്ട്രീയ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായല്ലോ സാർ, അപ്പോൾ അതിൽ മറക്കാനാവാത്ത അനുഭവം എന്ന് പറയുന്നത് ഇന്ന് രായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും, അതുകൂടാതെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്ത് ഞാൻ നാട്ടിൽ ജനങ്ങളോട് ആത്മാർത്ഥത്തോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുമൊക്കെയാണ് എനിക്ക് മറക്കാനാകാത്ത അനുഭവങ്ങളുള്ളത്. എൻ്റെ ജീവിതം എന്നുള്ള 40 വർഷക്കാലം പൊതുപ്രവർത്തനം മാത്രമാണ്, മറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് ഏറ്റവും മനോഹരമായി നാടിന് ഉതകുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് മനസ്സിലെ ഏറ്റവും വലിയ സന്തോഷവും. അതിനു വേണ്ടിയിട്ട് കഠിന പ്രയത്നവും നടത്തിയിട്ടുണ്ട്. സാറ് ജയിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ മനസ്സിലൊരു സ്വപ്ന പദ്ധതി ഉണ്ടാവുമല്ലോ, അതെന്താണ്? എൻ്റെ സ്വപ്ന പദ്ധതി നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് നാട് വിട്ടു പോകുന്നു. ആ ചെറുപ്പക്കാരെ നാട് വിട്ടു പോകാതെ നാട്ടിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർക്ക് നല്ല ശമ്പളവും നല്ല ജോലിയുമുള്ള ഒരു നാടായി പെരുമ്പാവൂരിനെ മാറ്റണം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ യുവതലമുറയെ ഇവിടെ തന്നെ നിലനിർത്തുന്നുള്ള സംവിധാനം നാടിനുണ്ടാകണം. ഒപ്പം കാർഷിക മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. ഇതെല്ലാമാണ് വലിയ സ്വപ്നങ്ങളായി ഞാൻ കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ആ പൊതുപ്രവർത്തകനായ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജനങ്ങളിലൊരു വിശ്വാസമുണ്ട്, എന്നെ വിജയിപ്പിക്കുന്നുള്ള വിശ്വാസമുണ്ട്. കാരണം കഴിഞ്ഞ 40 വർഷക്കാലമേ അവരോടെല്ലാവരോടും ഇവിടെ ആത്മാർത്ഥമായിട്ട് യാതൊരു ലാഭേച്ഛയില്ലാതെയാണ് ഞാൻ സേവനം ചെയ്തിട്ടുള്ളത്. ഈ സേവനം ചെയ്യുമ്പോൾ ആരും എന്നെ മറക്കില്ല എന്ന വിശ്വാസവും കൂടി എനിക്കുണ്ട്. ആ ഒരു വിശ്വാസം ജനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസമുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. സാറിന് ഈ ഒരു രാഷ്ട്രീയ രംഗത്തേക്കുള്ളൊരു കടന്നു വരവിനെ കുറിച്ചും കൂടി ഒന്ന് പറയാം. ഞാൻ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത് 1983 കാലഘട്ടത്തിലാണ്.
അന്ന് MGM ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ് ലീഡറായി, അതല്ലെങ്കിൽ അങ്ങനെ സ്കൂൾ രാഷ്ട്രീയം തൊട്ട് പ്രവർത്തന രംഗത്ത് കടന്നു വരുന്നതാണ്. അതിനുശേഷം കോളേജ് രാഷ്ട്രീയത്തിലും ഉണ്ടായിരുന്നു. ഐരാവരം ശ്രീശങ്കര വിദ്യാപീഠ കോളേജിലാണ് ഞാൻ പഠിച്ചത്, പ്രീ ഡിഗ്രിയും പഠിച്ചത്. ആ കാലഘട്ടത്തിൽ തീവ്രമായ രാഷ്ട്രീയം അനുഭവിക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്ന ഒരു കോളേജാണ്. SFIയും KSUം ഒക്കെ നന്നായി ഉണ്ടായിരുന്ന കോളേജാണ്. ആ കാലഘട്ടത്തിൽ ഞാൻ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോഴേക്കും ആ കലാലയത്തിലെ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. ആ കലാലയത്തിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു. യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഒരു ഭാരവാഹി കൂടി ആ കാലഘട്ടത്തിലായിരുന്നു. അതിനുശേഷം അതിന് മുമ്പേ യൂത്ത് കോൺഗ്രസ്സിലും പ്രവർത്തിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ കുറുപ്പമ്പടിയിൽ 1988 കാലഘട്ടത്തിൽ മണ്ഡലം പ്രസിഡൻ്റായും ഒരു 18 വയസ്സുള്ളപ്പോൾ തൊട്ട് വളരെ ശക്തമായ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സജീവമായി തന്നെയുണ്ട്. എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, എന്നെ വിജയിപ്പിച്ചാൽ ഈ നാടിന് വേണ്ടി, ഈ നാടിൻ്റെ ജനങ്ങളുടെ ക്ഷേമാശ്വര്യങ്ങൾക്ക് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ നിങ്ങളോട് ഒപ്പമുണ്ടാകും. ഈ നാടിൻ്റെ സർവ്വമായ പുരോഗതിയാണ് എൻ്റെ ലക്ഷ്യം. ആ പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമം എൻ്റെ ഉണ്ടാകും. നിങ്ങളെല്ലാവരും എന്നെ സ്വീകരിച്ചാൽ നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം അത് കാത്തു സംരക്ഷിക്കുന്നതിന് ഞാൻ എപ്പോഴും പ്രതിജ്ഞാബദ്ധമായിരിക്കുന്നു. നാളെയുടെ നാളുകളിൽ ഈ മണ്ണ് നമ്മുടെ മണ്ണാണ്. നമ്മുടെ കുട്ടികൾ ഇവിടെ ഉണ്ടാകണം. നമ്മുടെ നാട് മനോഹരമായിരിക്കണം. നമ്മുടെ എല്ലാ പ്രവർത്തന രംഗത്തും നിങ്ങളോടൊപ്പം ഞാൻ സധൈര്യം ഉണ്ടാവും. അതിൽ ജാതിയില്ല, മതമില്ല, വർഗമില്ല. അത്തരത്തിൽ എല്ലാവരോടും കൈകോർത്ത് കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തന പാരമ്പര്യമാണ് ഞാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ നാളെയും ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. പെരുമ്പാവൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി ബേസിൽ പോളാണ് നമ്മളോടൊപ്പം ജനപക്ഷത്തിൽ ഇത്രയും നേരം പങ്കുചേർന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. ഇനിയും വിജയിച്ചു വന്നു കഴിഞ്ഞ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ഒരു പെരുമ്പാവൂർ മണ്ഡലത്തിലേക്ക് ചെയ്യുവാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കുചേർന്നതിലും വളരെയധികം നന്ദി.